നെറ്റ്ഫ്ലിക്സിന്റെ വെനസ്ഡേയെ പറ്റി മിക്കവർക്കും അറിയാമായിരിക്കും. എന്നാൽ ഇവൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്, അവളുടെ ഫാമിലി സ്റ്റോറി. ഇന്ന് നമുക്ക് അത് കേട്ടാലോ. 2019 ദ ആഡംസ് ഫാമിലി. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഒരു വിവാഹം നടക്കാനായി പോവുകയാണ്. കല്യാണ പെണ്ണായ മോർട്ടീഷ എഴുന്നേൽക്കുന്നു. അവളെ കണ്ടാലേ പേടിയാവും. അവളുടെ അപ്പനും അമ്മയും മരിച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്ന ആ കരിയാണ് പുള്ളിക്കാരി ഇന്ന് എടുത്ത് മുഖത്ത് തേക്കുന്നത്. എന്നിട്ട് ഒരു സ്റ്റേപ്ലർ പിന്നെടുത്ത് കമ്മലായി വെക്കുന്നു. പൂവില്ലാത്ത റോസാ ചെടി കയ്യിലെടുക്കുന്നു. ഇതാണ് ആഡംസ് ഫാമിലി. കല്യാണത്തിനായി ഇവര് പോകുമ്പോൾ നാട്ടുകാരൊക്കെ തന്നെ വാതിലും ജനലും കൊട്ടിയടക്കുകയാണ്. കാരണം ഇവരുടെ ഫാമിലി തന്നെ പിശാചു കുടുംബമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വരനായിട്ടുള്ള ഗോമസ് കാട്ടിൽ നമ്മുടെ മോർട്ടീഷയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ആഡംസ് ഫാമിലി വിധിപ്രകാരം ഇവരുടെ കല്യാണം കഴിഞ്ഞു. ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും തേങ്ങാവെള്ളം കുടിച്ചു. കല്യാണം ആഘോഷിച്ചുകൊണ്ടിരിക്കെ നാട്ടുകാർ തീയും പന്തവുമായി വന്ന് പിശാചുക്കളെ ഓടിക്കണമെന്ന് പറയുന്നു. മറ്റൊരു വഴിയുമില്ലാതെ ഗോമസിന്റെ അമ്മയായ ഗ്രാൻഡ് മമ്മ കല്യാണ പെണ്ണിനോടും ചെക്കനോടും ഓടി രക്ഷപ്പെടാനായി പറയുന്നു. ഗോമസിന്റെ അനിയനായ ഫെസ്റ്റർ ആണ് അവരെ കൊണ്ടാക്കാനായിട്ട് പോകുന്നത്. അന്നേരം മോർട്ടീഷ ഗോമസിനോട് പറയുന്നുണ്ട്, മനുഷ്യന്മാരുടെ കണ്ണ് തട്ടാത്തൊരു സ്ഥലത്ത് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഫെസ്റ്റർ ഇവരെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് വലിയൊരു വെളുത്ത ചാക്കിൽ പോയിട്ട് ഇവരുടെ വണ്ടി ഇടിച്ചു. പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് ചാക്കൊന്നുമല്ല, ഏതോ ഒരാളാണ്. അയാളുടെ പേര് ലെർച്ച് എന്നായിരുന്നു, ഒരു ഭ്രാന്തൻ. അങ്ങനെ ഇവരുടെ ആവശ്യം കേട്ടപ്പോൾ ലെർച്ച് കുന്നിന്റെ മുകളിലുള്ള പഴയ ഒരു ഭ്രാന്താശുപത്രി ഇവർക്ക് കാണിച്ചു കൊടുക്കാണ്. ഇവിടെ പ്രേതബാധയുണ്ടെന്നും പറഞ്ഞ് മനുഷ്യന്മാരാരും ഇങ്ങോട്ട് വരാറില്ല. മോർട്ടീഷ്യയും ഗോമസും പോയി നോക്കുമ്പോൾ ആത്മാക്കളുടെ ശബ്ദമുണ്ട്. ഇത് പെർഫെക്റ്റ് പ്ലേസ് ആണെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ താമസം ആരംഭിക്കാനായി തുടങ്ങി. പിന്നീട് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. 13 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇവർ വന്തിൽ നിന്ന് ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ഒരുപാട് മാറി. ലെർച്ച് ഇന്ന് അവിടുത്തെ കുക്കാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണർത്താനായിട്ട് സംസാരിക്കുന്ന ഒരു മരമുണ്ട്, ഇച്ചാബോർഡ്. ഈ ആദ്യത്തെ കുഞ്ഞായിട്ടുള്ള നമ്മുടെ വെനസ്ഡേയെ അനിയനായിട്ടുള്ള പക്സ്ലി ചുമ്മാ രാവിലെ തന്നെ ചൊറിയാൻ നിൽക്കുകയാണ്. വെനസ്ഡേ ആവട്ടെ, നീ ഒന്ന് പോയട ഇറക്കാം, നിന്നെക്കാളും എനിക്ക് ഭയങ്കര ഉന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അവള് മറ്റൊരു ശബ്ദം കേട്ടു, ഒരു സൈക്കിളിന്റെ നിം സൗണ്ട്. അവളാണെങ്കിൽ പുറത്തോട്ട് പോവാറില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ അവിടം വരെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഗോമസ് ആവട്ടെ പക്സ്ലിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വിളിക്കുകയാണ്, അതായത് വാൾപ്പയറ്റ്. എന്നാൽ പക്സ്ലിക്കാണെങ്കിൽ ഈ ബോംബ് ഉണ്ടാക്കാനും ചവണ എടുത്തിട്ട് ബോംബ് എറിയാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം. ഇപ്പൊ അവൻ പുതിയതായി ഉണ്ടാക്കിയ ബോംബൊക്കെ അച്ഛന്റെ മുകളിലിട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മുടെ പക്സ്ലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ പൊന്നു മോനെ, നമ്മുടെ ഫാമിലി റീയൂണിയൻ നടക്കാൻ പോകുവാണ്. ആ സമയത്ത് നിന്റെ വാൾപ്പയറ്റ് കാണാനായിട്ടാ എല്ലാവരും വരുന്നത്. അതിന് നീ മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. അച്ഛാ, ഈ വാൾപ്പയറ്റൊക്കെ എത്ര പഴഞ്ചൻ ഏർപ്പാടാ. ഈ ബോംബും കാര്യങ്ങളല്ലേ ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്നേ. ഞാനത് നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ, അത് പറ്റത്തില്ല മോന്, അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് ഗോമസ് പറയുന്നു. പക്ഷെ പക്സ്ലിക്ക് അത്ര താല്പര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവര് അകത്തോട്ട് ചെല്ലാണ്. ഇപ്പൊ നമ്മുടെ ഗോമസിന്റെ ദേഹത്തുണ്ടായിരുന്ന ഒരു ബോംബെടുത്ത് മോർട്ടീഷ്യ വെളിയിലേക്ക് എറിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. അത് നേരെ കൊള്ളുന്നത് ഫെസ്റ്ററിന്റെ ദേഹത്തായിരുന്നു. ഫെസ്റ്റർ തിരിച്ചു വന്നത് കണ്ടപ്പോഴേ ഗോമസിന് ഒരുപാട് സന്തോഷമായി. ഇനി നമ്മുടെ പക്സ്ലിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഒരാൾ കൂടി ഉണ്ടല്ലോ. വെനസ്ഡേക്ക് ആണെങ്കിൽ ഫുള്ള് സങ്കടമാണ്. അവൾ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മേ ഞാനൊന്ന് പുറത്തു പോക്കോട്ടെ, പുറത്തുള്ള കാഴ്ചകൾ കാണാൻ കൊതിയായിട്ടാ. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രായമാവുന്ന സമയത്ത് നിങ്ങൾ ആരും ഇവിടെ പിടിച്ചു വെക്കില്ല, പുറത്തോട്ട് പോക്കോ. പക്ഷെ ഇപ്പൊ പറ്റത്തില്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നാണ് മോർട്ടീഷ പറയുന്നത്. വെനസ്ഡേ ദേഷ്യം പിടിച്ച അകത്തോട്ട് കയറിപ്പോയി. ഇവരുടെ കുടുംബത്തിലെ വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവുന്ന വേസ്റ്റ് ആ പ്ലേറ്റ് അടക്കം ഇവരുടെ പെറ്റ് ആനിമൽ ആയിട്ടുള്ള ഒരു ലയൺ ഇവര് കൊടുക്കാറുണ്ട്. ഇവരിപ്പോ ടിവിയിൽ ഒരു പരസ്യം കാണാണ്. മാർഗോട്ട് എന്ന് പറയുന്ന ഒരു പെണ്ണുമുള്ള അവരൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. അപ്പോൾ 50 പുതിയതായി ഉണ്ടാക്കിയ വീടുകളുടെ പരസ്യമാണ് പുള്ളിക്കാരി ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ പരസ്യമൊക്കെ കൊടുത്തതിന് അവസാനം മാർഗോട്ട് ഈ ഒരു പരസ്യത്തിന്റെ പ്രൊഡ്യൂസറോട് പറയുന്നുണ്ട്, നെക്സ്റ്റ് പരസ്യത്തിൽ കൂടുതൽ ബലൂണും വർണ്ണക്കടലാസുകളും ഒക്കെ വേണം, എങ്കിൽ മാത്രമാണ് ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ പറ്റുള്ളൂ എന്ന്. ഈ മാർഗോട്ട് ജോലിക്കിടയിൽ മകളായിട്ടുള്ള പാർക്കറിനെ പോലും ശ്രദ്ധിക്കാറില്ല. പാർക്കർ പറഞ്ഞു, ഇന്ന് ഞാനുണ്ടല്ലോ ആ പ്രേതവില്ലയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർഗോട്ട് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നേരത്ത് പക്സ്ലി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെനസ്ഡേ അവനടുത്തോട്ട് വന്നു. നിനക്ക് നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നടത്തി തരാം, ഇപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുഴിയിൽ നീ ഒന്ന് ഇറങ്ങിക്കെടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. പക്സ്ലി അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് വെനസ്ഡേ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കുഴിയിലേക്ക് ചാടിയതും വെനസ്ഡേ അവനെ ഒരൊറ്റ മൂടലായിരുന്നു. അന്നേരം അവൾക്കൊരു ബലൂൺ കിട്ടുന്നുണ്ട്. ഈ ബലൂണുമായിട്ട് അവൾ അമ്മയുടെ അടുത്ത് വന്നു. ഇതെന്താ പുറത്ത് നടക്കുന്നതെന്നറിയാൻ മോർട്ടീഷ്യയും ഗോമസും പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരുപാട്
ഒരുപാട് വർണ്ണക്കടലാസുകളും ബലൂണുകളും ഉണ്ട്. അതായത് മാർഗോട്ടിന്റെ പുതിയ പരസ്യം. ഇത് കണ്ട് പക്സ്ലിയും പുറത്തു വരുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കുന്നിന്റെ മണ്ടയ്ക്കുള്ള ഈ ഒരു വീടുണ്ടല്ലോ, അതിന് തൊട്ട് താഴെയായിട്ടാണ് മാർഗോട്ട് പുതിയൊരു വില്ല പ്രൊജക്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവര് മനുഷ്യന്മാരോട് കൂടുതൽ അടുത്തായിരിക്കും, അവർക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് ഗോമസ് വിചാരിക്കുന്നു. ഇവിടെയാണെങ്കിൽ മാർഗോട്ടിന്റെ വീട് വാങ്ങാൻ വരുന്നവരൊക്കെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആഡംസ് ഫാമിലി കണ്ട് വീട് വാങ്ങാതെ പോവാണ്. ഇന്നേരത്ത് ആഡംസ് ഫാമിലി പുറത്തേക്ക് വരുന്നുണ്ട്, അതായത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവരുടെ രൂപവും അവരുടെ കൂടെയുള്ള സിംഹത്തെയും കൂടി കണ്ടപ്പോൾ നാട്ടുകാരൊക്കെ പേടിച്ചോടാനായിട്ട് തുടങ്ങി. ഇത് തന്നെയായിരുന്നു ഇവരുടെ പ്ലാനും. ഓരോരുത്തര് ഓരോ വഴിക്ക് പോയിട്ട് ആ നാട്ടിലുള്ള സകല ആൾക്കാരെയും പേടിപ്പിക്കാനായിട്ട് തുടങ്ങി. എന്തായാലും ആഡംസ് ഫാമിലി എന്ന് പറയുമ്പോൾ അവർക്കൊരു ഭയം ഉള്ളിൽ വേണം, അതാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അന്നേരം കുറച്ചു കുട്ടികൾ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫെസ്റ്റർ അവിടെ പോയിട്ട് ആബ്രകഡാബ്ര എന്നും പറഞ്ഞിട്ട് ഒരുപാട് വവ്വാലുകളെ പുറത്തുവിട്ട് അവരെ പേടിപ്പിച്ചു. അങ്ങനെ ഇവര് മാർഗോട്ടിന്റെ അരികിലെത്തി. മാർഗോട്ടിനോട് ഞങ്ങൾ ആ വില്ലയിൽ നിന്ന് വരുന്നതാണ്, അത് ഞങ്ങളുടെ വീടാണെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു റെനോവേഷൻ ആവശ്യമില്ലേ എന്ന് പറയുകയാണ് മാർഗോട്ട്. പിറ്റേ ദിവസം തന്നെ അവളുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് മാർഗോട്ട് നമ്മുടെ ആഡംസ് ഫാമിലി പുതുക്കി പണിയാനായിട്ട് ചെല്ലുകയാണ്. ഇത് കേട്ടതും പാർക്കറും അമ്മയുടെ കൂടെ വരുന്നുണ്ട്. ഈ വീടിനെ പറ്റി അവൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, അതൊക്കെ തീർക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരി ഫോണും തൂക്കി ഒരു വ്ളോഗ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സിംഹത്തെയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പേടിക്കുന്നുണ്ട്. പാർക്കർ വീടിനകത്തേക്ക് കയറുമ്പോഴേക്ക് ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. മാർഗോട്ട് വീട് മുഴുവൻ ചുറ്റി നടന്ന് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചേഞ്ച് വരുത്തണം എന്ന് മോർട്ടീഷ്യയോടും ഗോമസിനോടും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ എന്തോ ഇവളെ കളിയാക്കുന്നത് പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവരെ പേടിപ്പിക്കാനായിട്ട് ചിലന്തിയെ കൊണ്ടുള്ള പാലമൊക്കെ തന്നെ മോർട്ടീഷ്യ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നേരത്തെ പാർക്കർ വെളിയിലിരിക്കുമ്പോൾ വെനസ്ഡേ അവളുടെ അടുത്തോട്ട് വന്നു. ഇവർ ഏകദേശം സമപ്രായക്കാരാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കവേ പാർക്കർ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് വെനസ്ഡേക്ക് മനസ്സിലാവാണ്. അവള് അതേ പറ്റിയൊക്കെ കൂടുതൽ പാർക്കറിനോട് അന്വേഷിക്കുന്നുണ്ട്, എങ്ങനെയാണ് മറ്റു കുട്ടികളുമായിട്ട് ഇടപെടേണ്ടത് എന്നുള്ള കാര്യമൊക്കെ. മോർട്ടീഷ്യ ആവട്ടെ മാർഗോട്ട് പറഞ്ഞതനുസരിച്ച് ഒരു സ്പ്രേ പെയിന്റ് എടുത്തു കൊടുത്തപ്പോൾ ഈ മാർഗോട്ട് അവിടെയുള്ള സകല കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് എന്ന് പറയുന്നു. ഇത് കേട്ടതും മോർട്ടീഷ്യയും ഗോമസും പറഞ്ഞു, ഓ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തിട്ടുള്ള ഈ മാറ്റങ്ങൾ അത് തന്നെ അടിപൊളിയാണ്, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം, ഇനിയും അധികം മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ വീട് തിരിച്ചറിയാൻ പറ്റില്ലെന്ന്. അന്നേരം ഈ വീടിനകത്തുള്ള ആത്മാക്കളുടെ ശബ്ദം കേട്ട് മാർഗോട്ടിന്റെ കൂടെ വന്നവരൊക്കെ ഓടിക്കളഞ്ഞു. മാർഗോട്ട് വെളിയിൽ ഇറങ്ങി ഗോമസിനോട് പറഞ്ഞു, നിങ്ങൾ ഈ വീടൊന്ന് പുതുക്കി പണിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വില്ല വാങ്ങാൻ വരുന്നവര് കൂടുതലായിട്ട് വാങ്ങാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കണ്ട് അവരൊക്കെ പേടിച്ചോടിക്കൊണ്ടിരിക്കാം. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം, അല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടല്ല എന്നും പറഞ്ഞ് ചീഞ്ഞിറച്ചി വലിച്ചെറിഞ്ഞ് നമ്മുടെ മാർഗോട്ടിനെയും കൂട്ടരെയും ഗോമസ് അവിടെ നിന്ന് ഓടിച്ചു. അന്നേരം പാർക്കർ ഞാൻ വെനസ്ഡേയെ പരിചയപ്പെട്ടു എന്ന് പറയുമ്പോഴും മാർഗോട്ടിന്റെ മനസ്സിൽ ഇവരിവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള ഗൂഢതന്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മോർട്ടീഷ്യയും ഗോമസും അവള് പോയി കഴിഞ്ഞപ്പോൾ വെനസ്ഡേയോട് സംസാരിക്കാണ്. വെനസ്ഡേ പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകണമെന്നുണ്ട്, ഞാൻ അവിടുത്തെ കുട്ടികളെ പേടിപ്പിക്കാം. അത് കേട്ടപ്പോൾ മോർട്ടീഷ്യയും ഗോമസും എന്നാ ശരി അവൾ സ്കൂളിൽ പോട്ടെ, പിള്ളേരെ പേടിപ്പിക്കാനല്ലേ, ഈ നാട്ടുകാരെ പറ്റി കൂടുതൽ അറിവ് ലഭിക്കും എന്ന് പറയുന്നു. പിറ്റേ ദിവസം വെനസ്ഡേ സ്കൂളിലേക്ക് എത്തി. പാർക്കർ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇവളെ കണ്ട് പേടിയാകുവാണ്. പാർക്കർ അവളുടെ ട്വിൻസ് ആയ ഫ്രണ്ട്സിന് വെനസ്ഡേ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് പാർക്കറിന്റെ മുഖ്യ ശത്രുവായ ബെത്തനി അവിടേക്ക് വരുന്നത്. അവള് നമ്മുടെ പാർക്കറിന്റെ ബാഗ് എടുത്ത് അതിനകത്തുള്ള സാൻഡ്വിച്ച് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെനസ്ഡേക്ക് ഒരു ബുദ്ധി തോന്നി. വെനസ്ഡേക്ക് നന്നായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ അറിയാം. അങ്ങനെ വെനസ്ഡേ ബെത്തനിയെ ഹിപ്നോട്ടൈസ് ചെയ്ത് പേടിപ്പിച്ച് ഇവിടെ നിന്ന് ഓടിപ്പിച്ചു. എന്നിട്ട് അവളുടെ സാൻഡ്വിച്ച് എടുത്ത് നമ്മുടെ വെനസ്ഡേ കഴിക്കുകയാണ്. മാസ്ഡ. ഈ സമയത്ത് മാർഗോട്ട് ആവട്ടെ സീക്രട്ട് റൂമിലേക്ക് വന്ന് ഇവൾ ഉണ്ടാക്കി കൊടുത്ത വില്ലയിലൊക്കെ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയൽവാസികളെ പറ്റിയൊക്കെ ഇതില് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ആഡംസ് ഫാമിലി നമ്മുടെ ശത്രുക്കളാണെന്ന മട്ടില് ഈ നാട്ടില് ഭയങ്കരമായിട്ടുള്ള പ്രചരണങ്ങൾ ഇറക്കി. വെനസ്ഡേ ആവട്ടെ സ്കൂളില് അവർക്ക് മുറിക്കാനായിട്ട് തവളയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത തവളകളൊക്കെ ചത്തുപോയതാണ്. അവയ്ക്കൊക്കെ ജീവൻ വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സോംബി തവളകളെ ഉണ്ടാക്കി അവരൊക്കെ തന്നെ ബെത്തനിയുടെ അടുത്തേക്ക് നമ്മുടെ വെനസ്ഡേ പറഞ്ഞയക്കുകയാണ്. ഇത് കണ്ടതും കുട്ടികളും ടീച്ചറും അടക്കം എല്ലാവരും പേടിച്ചോടുകയാണ്. തവളകളൊക്കെ തന്നെ ബെത്തനിയുടെ പിന്നാലെയും പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ വെനസ്ഡേയും കൂട്ടുകാരും ഒരുപാട് ഇതിന്റെ പേരിൽ സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്ത് ആഡംസ് ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. എന്താ ഇപ്പൊ ബോംബ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ ഗോമസിന്റെ അമ്മയായിരുന്നു. റിയൂണിയൻ നടക്കാൻ പോകുമല്ലേ, അപ്പൊ അതിനു മുൻപ് പഗ്സ്ലി എല്ലാം പഠിച്ചെടുത്തോ എന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാരി വന്നതാണ്. ഈ വരവിന് കടൽ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് കുറെ പൈസയും അടിച്ചു മാറ്റി പഗ്സ്ലിക്ക് ഒരുപാട് മിഠായിയും നമ്മുടെ ഗ്രാൻഡ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഗ്സ്ലിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നേരത്തെ വെനസ്ഡേ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോഴാണ് മോർട്ടീഷ്യ ഇവളുടെ തലയിലുള്ള യൂണിക്കോൺ ക്ലിപ്പ് കാണുന്നത്. നമ്മൾ ഇത്ര കളർഫുൾ ആയ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ലെന്ന് അമ്മ പറയുമ്പോഴും വെനസ്ഡേ അത് കേൾക്കാതെ അകത്തോട്ട് കയറിപ്പോയി.
അന്നേരം മോർട്ടീഷ്യ വന്ന് വെനസ്റ്റിയോട് പറഞ്ഞു, നാളെ സെമിത്തേരിയുടെ അടുത്ത് വരാമോ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. അന്നേരം അവള് കിടന്നുറങ്ങാൻ പോവാണ്. നമ്മുടെ മോർട്ടീഷ്യയ്ക്ക് അറിയില്ല എന്താണ് മോൾക്ക് പറ്റിയതെന്ന്. പിറ്റേന്ന് വെനസ്ഡേ പാർക്കറിന്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ പാർക്കർ നമ്മുടെ വെനസ്ഡേയോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിന്റെ കുടുംബത്തിനെതിരായിട്ട് നീ കളർഫുൾ ആയി ക്ലിപ്പിട്ട് പോയപ്പോ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാനത് ശ്രദ്ധിക്കാറില്ല എന്ന് വെനസ്ഡേ പറയാണ്. ഞാനും അങ്ങനെ ചെയ്താലോ? എന്റെ അമ്മ ഒന്നിനും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പാടില്ല, ഫുഡ് കഴിക്കാൻ പാടില്ല, മുടി കെട്ടാൻ പാടില്ല, ഒന്നിനും സമ്മതിക്കില്ല. ഇത്തവണ അമ്മയുടെ ഇഷ്ടം ഞാനും നോക്കില്ല. ഞാൻ നിന്റെ ഡ്രസ്സ് ഇടാൻ പോവാണ്, നീ എന്റെ ഡ്രസ്സ് ഇടുന്നു എന്ന് പാർക്കർ പറയാണ്. നേരത്തെ നമ്മുടെ മോർട്ടീഷ്യ ആവട്ടെ മരിച്ചുപോയ അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയാണ്. ടീനേജ് ആയ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന്. മോളെ, നിന്നെ പോലെ തന്നെയാണ് നിന്റെ മോളും, നീ എപ്പോഴും അവളെ വിശ്വസിക്കണം എന്ന് അമ്മയും അച്ഛനും മോർട്ടീഷ്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ പക്സ്ലിയെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമസും ഫെസ്റ്ററും ചേർന്നിട്ട്. ഇവനാണെങ്കിൽ ഒരു തരത്തിലും വാൾപ്പായിട്ട് പഠിച്ചെടുക്കുന്നില്ല. മോൻ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക എന്നും പറഞ്ഞ് ഗോമസ് അവനെ പറഞ്ഞയച്ചു. എന്നിട്ട് ഫെസ്റ്ററിനോട് പറഞ്ഞു, അവനൊന്നും പഠിക്കുന്നില്ല, എല്ലാ കുടുംബക്കാരുടെ മുന്നിലും ഞാൻ നാണം കെടും, അത് ഉറപ്പാണ്. അപ്പന്റെ വിഷമം കണ്ട് പക്സ്ലിക്കും ഒരുപാട് വിഷമമായി. എന്റെ കാരണം എന്റെ അപ്പം കൂടി നാണം കെടുവല്ലോ, എന്തായാലും ഞാനിത് പഠിച്ചെടുക്കുമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. ഇവിടെ വെനസ്ഡേ ആവട്ടെ ഇപ്പൊ പാർക്കറിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ട് മോർട്ടീഷ്യയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. നീ നാളെ തൊട്ട് സ്കൂളിൽ പോകണ്ടായെന്ന് മോർട്ടീഷ്യ പറയാണ്. ഇതേ സ്ഥാനത്ത് പാർക്കർ ആവട്ടെ നമ്മുടെ വെനസ്ഡേ പോലെ ഒരുങ്ങിയപ്പോ മാർഗോട്ട് ചെയ്യുന്നത് അവളുടെ മൊബൈല് വാങ്ങി വെക്കുക എന്നുള്ളതാണ്. നീ എന്നെ അനുസരിക്കാതെ ഫോൺ ഉപയോഗിച്ച് ഇവിടെ ഇരിക്കണ്ട എന്ന് മാർഗോട്ട് പറയുന്നു. രാത്രിയിൽ പക്സ്ലി ഒറ്റയ്ക്കിരുന്ന് വാൾപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെനസ്ഡേ പാർക്കറിന്റെ വീട്ടിൽ പോകുന്നത് കാണുകയാണ്. ഇത് അമ്മയോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് വെനസ്ഡേ പോകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് മോർട്ടീഷ്യൻ നിന്റെ ചേച്ചിയെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് പറയാതിരിക്കാൻ വേണ്ടി അമ്മയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പക്സ്ലി ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ അറിയാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി. ഇവിടെ വെനസ്ഡേയും പാർക്കറും കൂടി അവളുടെ ഫോണ് വീട്ടിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അമ്മയുടെ സ്റ്റുഡിയോ ഒന്ന് പോയി തപ്പാമെന്നും നമ്മുടെ പാർക്കർ പറയുന്നു. അതിനകത്ത് കയറിയപ്പോൾ ഒരു സീക്രട്ട് വഴിയുണ്ട്. ആ സീക്രട്ട് വഴിയിലൂടെ മാർഗോട്ടിന്റെ സീക്രട്ട് റൂമിലേക്ക് എത്തിയ ഇവര് അമ്മ വില്ലയിൽ ഇങ്ങനെ ക്യാമറകളൊക്കെ സ്ഥാപിച്ച് ഇവിടെ നിന്ന് അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഈ കുട്ടികളുടെ അടുത്തേക്ക് അന്നേരം മാർഗോട്ട് വന്ന് ഇവരെ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയിട്ട് അടച്ചിടുകയും ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെയാണെങ്കിൽ മാർഗോട്ട് അടുത്തതായിട്ടുള്ള പരസ്യമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവരുടെ പുതിയ വില്ല പ്രൊജക്ടിന്റേതായിട്ടുള്ള പരസ്യവും കാര്യങ്ങളും. ഇടയ്ക്ക് വെച്ച് ആഡംസ് ഫാമിലിയെ കുറ്റം പറയാനും അവർ മറക്കുന്നില്ല. ആളുകൾക്കൊക്കെ ഇപ്പൊ ആഡംസ് ഫാമിലിയെ വലിയ പേടിയാണ്. ഇന്നേരത്ത് ഇവിടെയാണെങ്കിലും റീയൂണിയൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇവർക്ക് ഒരു അമ്മൂമ്മയുണ്ട്, ഡാഗിനി അമ്മൂമ്മ. എല്ലാവരും പേടിക്കുന്നത് ഈ ഡാഗിനി അമ്മൂമ്മയാണ്. ഡാഗിനി അമ്മൂമ്മയും ഇപ്പൊ അകത്തോട്ട് വന്നിരിക്കുകയാണ്. വെനസ്ഡേക്കാണെങ്കിൽ പുറത്തോട്ട് പോകണം. പുറത്ത് മാർഗോട്ടാണെങ്കിൽ ആഡംസ് ഫാമിലിയെ പറ്റി എല്ലാ നാട്ടുകാരോടും കുറ്റം പറഞ്ഞിരിക്കുകയാണ്. വെനസ്ഡേ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിപ്പോയി. ആഡംസ് ഫാമിലിയിലെ റീയൂണിയൻ ഫംഗ്ഷൻ തകൃതിയായി നടക്കുമ്പോൾ ഡാഗിനി അമ്മൂമ്മ പറഞ്ഞു, ആട്ടവും പാട്ടവും ഒക്കെ നിർത്തൂ, എനിക്ക് പക്സ്ലിയുടെ പുതിയ പുതിയ കഴിവുകളൊക്കെ കാണണമെന്ന്. അങ്ങനെ പുള്ളിക്കാരി ജഡ്ജ്മെന്റിനായിട്ട് ഇരിക്കുകയാണ്. പക്സ്ലി ആദ്യം തന്നെ ഇവരുടെ കുടുംബത്തിന്റെ ഗാനം ആലപിച്ചു. അതിനുശേഷം മാജിക്കിലൂടെ താടിയും മുടിയും ഒക്കെ വരുത്തിപ്പിക്കുകയാണ്. അന്നേരം നമ്മുടെ ഗോമസ് അവിടേക്ക് വന്നിട്ട് പക്സ്ലിയുടെ മുടിയും അതുപോലെ കാര്യങ്ങളൊക്കെ വെട്ടി അവനെ പോലാക്കി മാറ്റിയിട്ട് ഇനി നീ വാൾപ്പായിട്ട് ആരംഭിച്ചോളൂ എന്ന് പറയുന്നു. പക്സ്ലി അങ്ങനെ വാൾപ്പായിട്ട് അവരുടെ കുടുംബക്കാരുടെ കൂടെ ആരംഭിക്കുകയാണ്. പക്ഷേ അവൻ ആരെയും എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവന് വാൾപ്പായിട്ട് ഒട്ടും വശമില്ലായിരുന്നു. അച്ഛ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ പക്സ്ലി കരച്ചിലായി. സാരമില്ല മോനെ, നിന്നെ കൊണ്ട് പറ്റാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനാണെന്ന് നമ്മുടെ ഗോമസ് പറയുന്ന ആ സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് ഒരു ഉരുളം കല്ല് വന്ന് വീണു. അത് മാർഗോട്ട് അയച്ചതായിരുന്നു. മാർഗോട്ട് ഈ നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് ആഡംസ് ഫാമിലിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അന്നേരം പക്സ്ലിയോട് ഗോമസ് പറഞ്ഞു, നിനക്ക് നിന്റേതായ കഴിവുണ്ട്, ബോംബിടല്, അത് നീ ഇപ്പൊ തന്നെ പ്രയോഗിക്കണം എന്ന് പറയുന്നു. ഈ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട് ഇച്ഛാ ബോർഡുണ്ടല്ലോ, അതായത് ആ സംസാരിക്കുന്ന മരം, അതിന്റെ ശിഖരങ്ങള് താഴെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അതിൽ അള്ളിപ്പിടിച്ച് കയറിയിട്ട് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. ഇത് കണ്ടതും അവരത്ര വലിയ മഹാമന്ത്രവാദികളാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും നമ്മളെ ഇതിനോടകം നേരിടാമായിരുന്നു. അതിനർത്ഥം നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് മനസ്സിലായി. എന്നാൽ മാർഗോട്ട് അങ്ങനെയൊന്നും പിന്മാറാനായിട്ട് തയ്യാറല്ലായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിപ്പിക്കണമായിരുന്നു.
ഇവരുടെ ഈ ഒരു വീരവാദം കേട്ടപ്പോൾ അവിടേക്ക് എത്തിയ പാർക്കർ തെളിവ് സഹിതം ഇവിടുത്തെ ആൾക്കാർക്ക് എന്റെ അമ്മ നിങ്ങളുടെ എല്ലാം വീട്ടില് സ്പൈ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അന്നേരം നിലതെറ്റിയ മാർഗോട്ട് അതെ ഞാനാണ് ഈ നാടിന്റെ അധിപ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ പാർക്കർ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അങ്ങനെ നമ്മുടെ മാർഗോട്ടിനുണ്ടായിരുന്ന സകല വിശ്വസ്തതയും കാര്യങ്ങളും ഒക്കെ നഷ്ടമായി. അവളുടെ കസ്റ്റമേഴ്സ് എല്ലാം പോയി. അങ്ങനെ ഭ്രാന്ത് എടുത്തിരിക്കുന്ന നമ്മുടെ മാർഗോട്ടിനരികിലേക്ക് ഫെസ്റ്റർ വന്നു. ഏയ് സാരമില്ല മാഡം, ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്റെ ഫാമിലിയിലുള്ള കുറച്ചു പേർക്ക് ഇവിടെ വീട് വേണമെന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാർഗോട്ടിന്റെ ബാക്കിയുള്ള വില്ലകളെ ആഡംസ് ഫാമിലി വാങ്ങുകയും നമ്മുടെ ആഡംസ് ഫാമിലിയുടെ നന്മ നാട്ടുകാർ തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒന്നിച്ച് തന്നെ നല്ല സന്തോഷമായിട്ട് ജീവിക്കാനും തുടങ്ങി. ഇപ്പൊ പണ്ടത്തെ ആഡംസ് ഫാമിലി അല്ല, ഇത് സംഭവം കളർഫുൾ ആയിട്ടുണ്ട്. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2019 പുറത്തിറങ്ങിയ ആഡംസ് ഫാമിലി എന്ന ഈ മനോഹരമായ മൂവി അവസാനിക്കുന്നത്.